ഹലോ, എന്താ രാജീവേട്ട? അനു ചോദിച്ചു. അതെ, എന്നെ അന്വേഷിച്ച് ചിലപ്പോൾ പോലീസ് വരാൻ സാധ്യതയുണ്ട്. രാജീവൻ വളരെ ദയനീയമായി പറഞ്ഞു. എന്താ കാര്യം രാജീവേട്ട? എന്താ കാര്യം പറയ്? അനു പരിഭ്രമത്തോടെ ചോദിച്ചു. കാര്യമൊന്നുമില്ല. എന്റെ ജോലി കളയാൻ വേണ്ടി സഹപ്രവർത്തകർ കള്ളക്കേസ് ഉണ്ടാക്കി, അത്രമാത്രം. ഞാൻ ഇനി ഈ നമ്പറിലേക്ക് വിളിക്കില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ രാജേശ്വരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് രാജീവൻ ഫോൺ വെച്ചു. അനുപമയ്ക്കൊന്നും മനസ്സിലായില്ല. എന്തായിരിക്കും രാജീവ് അങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടത്. ഓടിപ്പോയി ഡോറ് തുറന്നത് നന്ദമോളാണ്. അമ്മേ, മീരാന്റിയും രൂപേഷങ്ങളും അമ്മൂമ്മയും വന്നിട്ടുണ്ട്, നന്ദമോള് സന്തോഷത്തോടെ പറഞ്ഞു. ഇവരെന്താ ഇവിടെ എന്ന മട്ടിൽ അനുപമ പെട്ടെന്ന് റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. സാർ ഇരിക്കി. എന്താ മീര, ഒരു മുന്നറിയിപ്പില്ലാതെ? ഇരിക്കൂ അമ്മേ. എന്താ കാര്യം? ഒരു കാര്യമില്ലാതെ നിങ്ങൾ 3 പേരും കൂടി വരുമെന്ന് തോന്നുന്നില്ല, അനുപമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രൂപേഷ് നന്ദമോളെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം കയ്യിലിരുന്ന ഒരു ചോക്ലേറ്റ് അവൾക്ക് കൊടുത്തു. പോയി ബാലമോളുടെ അടുത്ത് പോയി ഇരിക്കി. ഞങ്ങൾ അമ്മയോട് ഒരു കാര്യം പറയട്ടെ, രൂപേഷ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരി അങ്കിൾ എന്ന് പറഞ്ഞ് നന്ദമോള് അവിടെ നിന്നും മുറിയിലേക്ക് പോയി. മോളെ അവിടെ നിന്നും മാറ്റിയപ്പോൾ തന്നെ കാര്യം അത്ര നിസ്സാരമല്ല എന്ന് അനുവിന് മനസ്സിലായി. എന്താ സാർ, എന്താ കാര്യം? അനു അല്പം ഗൗരവത്തോടെ ചോദിച്ചു. ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ അവർ അനുപമയോട് പറഞ്ഞു. അവർ പറഞ്ഞത് കേട്ടതല്ലാതെ അവരോട് തിരിച്ചു മറുപടി പറയാനുള്ള ഒരു ശക്തിയും അനുവിനുണ്ടായില്ല. എന്താ അനു, നീ ഒന്നും മിണ്ടാത്തേ? മീര അനുവിനോട് ചോദിച്ചു. ഞാൻ എന്താണ് പറയേണ്ടത് മീര? എന്നോട് ഇത്രമാത്രം ദ്രോഹങ്ങൾ ആ മനുഷ്യൻ ചെയ്തിട്ടും ഞാനിവിടെ പിടിച്ചു നിന്നത് ഒരിക്കൽ അയാൾ നന്നാവുമെന്നും എന്നെയും മക്കളെയും സ്നേഹിക്കുമെന്നുമുള്ള ചെറിയൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്. അയാൾ ഒരു മൃഗമാണ്. സ്വന്തമായി 2 പെൺകുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് പോലും അയാൾ ചിന്തിച്ചില്ലല്ലോ. ഞാൻ ഇനി എന്ത് വിശ്വസിച്ച് ഇവിടെ ജീവിക്കും? ഇനി അയാൾ എന്റെ മക്കളെയും ഇതുപോലെ എന്തെങ്കിലും ചെയ്താലോ? സ്വന്തം അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്ത ഒരു ചെന്നായുടെ കൂടെയായിരുന്നു ദൈവമേ ഞാൻ ഇത്രയും നാൾ ജീവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അനു അലമുറയിട്ട് കരഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് രമാദേവിയും രഘുവും രാജേശ്വരിയും കൂടി വന്നത്. അപ്പോഴേക്കും ദൂതെത്തിക്കാൻ വന്നോ ദൂതന്മാർ? മീരയും രൂപേഷിനെയും മാലതിയമ്മയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് രമാദേവി പറഞ്ഞു. നിങ്ങളുടെ അഹങ്കാരം ഇപ്പോഴും തീർന്നിട്ടില്ലേ തള്ളേ? മീര അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. എടി, നീ ഇവിടെ വന്ന് എന്നെ ഭരിക്കേണ്ട, ഇത് ഞങ്ങളുടെ വീടാണ്, രമാദേവി മറുപടി പറഞ്ഞു. ഓ, ഞാനിവിടെ താമസിക്കാൻ വന്നൊന്നുമല്ല, മീര പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. മോളെ അനു, നമ്മൾ കുടുംബക്കാർ ഉള്ളപ്പോൾ എന്തിനാണ് അന്യന്മാരെ വീട്ടിൽ വിളിച്ചു കയറ്റിയിരിക്കുന്നത്? ഇവരോടെല്ലാം പോകാൻ പറ മോളെ, രമാദേവി അല്പം വിനയം അഭിനയിച്ച അനുവിനോട് പറഞ്ഞു. അവരവിടെ നിന്നോട്ടെ അമ്മേ, അവരെന്നെ കാണാൻ വന്നവരാണ്, എനിക്കവരെ തള്ളിക്കളയാൻ കഴിയില്ല, രമാദേവിയുടെ മുഖത്തടിച്ചതുപോലെ അനു പറഞ്ഞു. അനു അവരെ ഇറക്കി വിടില്ല എന്ന് മനസ്സിലാക്കിയ രമാദേവി അടവ് മാറ്റി. മോളെ, രാജീവിന്റെ കാര്യം? എന്റെ മോൻ പാവാ, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഓഫീസിലുള്ളവരെല്ലാം കൂടി എന്റെ മോനെ ചതിക്കുഴിയിൽ പെടുത്തിയതാ. നമുക്കവനെ രക്ഷിക്കണ്ടേ മോളെ? ഇപ്പോൾ അവൻ ഒളിവിലാ, നമുക്കൊരു വക്കീലിനെ ഏർപ്പാടാക്കണ്ടേ? രമാദേവി സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. പെണ്ണ് പിടിച്ച് നടക്കുന്നവർക്കൊന്നും വക്കീലിനെ ഏർപ്പാടാക്കാൻ എനിക്ക് സമയമില്ല. ഞാനായിട്ട് അയാളെ ജാമ്യത്തിൽ ഇറക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. നാളെ എന്റെ മക്കളെയും അയാൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എനിക്ക് പേടിയാണ് അയാളെ. ഇത്രയും നാൾ അയാൾ ദ്രോഹിച്ചിട്ടും എന്നെങ്കിലും അയാൾ എന്നെ സ്നേഹിക്കും എന്ന് ഞാൻ കരുതി. ഒരു തരി ആത്മാർത്ഥത പോലും ആ മനുഷ്യൻ എന്നോടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വെറുപ്പാണ് അയാളോട്, അനു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അവനോട് വെറുപ്പാണെങ്കിൽ പിന്നെ എന്തിനാടി അവന്റെ വീട്ടിൽ നിൽക്കണത്? ഇറങ്ങിപ്പോയിക്കൂടെ നിനക്ക്? രമാദേവി വാശിയോടെ പറഞ്ഞു. ആര് പറഞ്ഞു ഇവിടെ നിൽക്കുമെന്ന്? മുൻപ് എനിക്ക് ചില സംശയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ബോധ്യായി. ഇതുപോലെ ഒരു മനുഷ്യനെ കാത്തിരുന്ന് എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ പോവുക, എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എവിടേക്കെങ്കിലും പോവുക. ഞാൻ വാങ്ങിയ ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും കൊണ്ട് ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുകയാണ്. അതൊന്നും നിങ്ങൾക്ക് തന്നു പോവേണ്ട കാര്യമില്ല, അനു ഉറച്ച സ്വരത്തോടെ പറഞ്ഞു. നീ എന്താ അനു ഇങ്ങനെ? അമ്മ എന്തോ വിവരക്കേട് പറഞ്ഞെന്ന് കരുതി നീ ഇവിടെ നിന്നും ഇറങ്ങി പോവുകയാണോ? അനു പോകുമെന്ന് ഉറപ്പായപ്പോൾ രാജേശ്വരി ഇടയിൽ കയറി പറഞ്ഞു. എനിക്ക് അയാളെ പേടിയാണ് രാജി. ഞാനൊരു നിവർത്തിയും ഇല്ലാതെയാണ് ഇവിടെ നിന്നത്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ മനുഷ്യൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന്. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് ആ മനുഷ്യനുമായി ഒരു ബന്ധവുമില്ല.
ശക്തമായ ഭാഷയിൽ തന്നെ രാജേശ്വരിക്ക് മറുപടി കൊടുത്തു അനു. ഇവരുടെ സംഭാഷണങ്ങൾ കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് മീരയും രൂപേഷും മാലതിയമ്മയും. സാറേ, എനിക്കൊരു വാടക വീട് ശരിയാക്കി തരാമോ? ഇന്ന് തന്നെ, അനു ദയനീയമായി രൂപേഷിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനെന്താ മോളെ, എന്റെ മോള് രൂപയുടെ ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ട്. തൽക്കാലം അങ്ങോട്ട് മാറാം. ചാടിക്കയറി മറുപടി പറഞ്ഞത് മാലതിയമ്മയാണ്. മോള് പോയി ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള രേഖകളെല്ലാം എടുത്തു വെക്കി. മോനെ, വലിയ സാധനങ്ങളെല്ലാം എടുക്കാൻ പറ്റിയ ആളുകളെ വിളിക്കി. ഞാനും മീരയും കൂടി ഞങ്ങൾക്ക് പറ്റുന്ന സഹായം ചെയ്യാം എന്ന് രമാദേവിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് രൂപേഷിനോടായി മാലതിയമ്മ പറഞ്ഞു. എടി, അവനൊന്ന് വീണപ്പോഴേക്കും നീ അവനെ ചവിട്ടുകയാണോ? രാജേശ്വരി ദേഷ്യത്തോടെ പറഞ്ഞു. എന്നെ നിലത്തിട്ട് ഇത്രയും നാൾ ചവിട്ടി അരച്ചത് നിങ്ങളുടെ ആങ്ങള തന്നെയാണ്. നിങ്ങളുടെ ആങ്ങള മാത്രമല്ല, നിങ്ങളുടെ അമ്മയും നിങ്ങളും എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല. ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ ആങ്ങളയ്ക്കുമെല്ലാം യൂസ്ലെസ് ആയിരുന്നു. അതുകൊണ്ട് ഈ യൂസ്ലെസ് പോവുക എന്നു പറഞ്ഞ് അനു മുറിയിലേക്ക് തിരിഞ്ഞു നടന്നു. മാലതിയമ്മ പുറകെ പോകാൻ തുടങ്ങിയപ്പോൾ രമാദേവി ഇടയിൽ കയറി. എങ്ങോട്ടാണ് തള്ളേ വലിഞ്ഞു കയറി പോണത്? ഇതെന്റെ വീടാണ് എന്ന് പറഞ്ഞ് മാലതിയമ്മയുടെ കയ്യിൽ പിടുത്തമിട്ടു രമാദേവി. പടക്കം പൊട്ടുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. രമാദേവി തന്റെ കവിള് പൊത്തിപ്പിടിച്ചു. അവിടെ നിന്ന മീരയും രൂപേഷിനും രാജേശ്വരിക്കും രഘുവിനും ഒക്കെ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കുറച്ചു സമയമെടുത്തു. വീട്ടിലുള്ള TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടാറ്റ പഞ്ച് കാറ് എന്ന് വേണ്ട അനു വാങ്ങിയ സകല സാധനങ്ങളും കൊണ്ട് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാൻ നേരം. നീ ഇതിനെല്ലാം അനുഭവിക്കും അനു എന്ന ഒരു വാണിംഗ് കൂടി രാജേശ്വരി നൽകി. ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്തനുഭവിക്കാനാ രാജി? അനു നിരാശ നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അടി കിട്ടി നീര് വന്നിരിക്കുന്നത് കൊണ്ട് രമാദേവി ഒന്നും തന്നെ സംസാരിച്ചില്ല. പോകാൻ നേരം തിരിഞ്ഞു നിന്ന് മാലതിയമ്മ രഘുവിനോട് പറഞ്ഞു. പോട്ടെ കൂടപ്പിറപ്പേ. ശരി പെങ്ങളെ, രഘു മറുപടി പറഞ്ഞു. എനിക്കിപ്പോഴാണ് സമാധാനമായത്. ഈ നാവിൽ നിന്നും ഒരു വാക്കെങ്കിലും കേട്ടല്ലോ, സമാധാനം എന്ന് പറഞ്ഞ് രഘുവിനെ പുച്ഛിച്ച് മാലതിയമ്മ വണ്ടിയിൽ കയറി. അവർ പോയി കഴിഞ്ഞതിന് ശേഷം, എന്റെ ദൈവമേ, ഏതോ ഒരുത്തി വന്ന് എന്റെ ചെകിടടിച്ച് പൊട്ടിച്ചിട്ട് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. എന്താ രഘുവേട്ടാ, എന്റെ ചെകിടടിച്ച് പൊട്ടിച്ചിട്ടും നിങ്ങൾ എന്തേ ഒന്നും പറയാഞ്ഞത്? രമാദേവി ദേഷ്യത്തോടെ പറഞ്ഞു. നിനക്കോ അടി കിട്ടി, ഇനി ഞാനും അടി ചോദിച്ചു വാങ്ങണോ എന്റെ രമേ? രഘു പറഞ്ഞു. നിങ്ങൾ ഒരാണല്ലേ മനുഷ്യ, ഭാര്യയെ തല്ലുന്നത് നോക്കി നിന്നിരിക്കുന്നു പെൺകോന്തൻ. രമാദേവി ദേഷ്യം മുഴുവൻ രഘുവിനോട് തീർത്തു. ഇതിന് മറുപടിയൊന്നും പറയാതെ രഘു അകത്തേക്ക് കയറിപ്പോയി. അനുവും കുട്ടികളും വീട് വിട്ടു പോയെന്നറിഞ്ഞ രാജീവ് പല നമ്പറുകളിൽ നിന്നായി അനുവിനെ വിളിച്ചു. അവൾ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഒരിക്കൽ വിളിച്ച നമ്പർ പിന്നെ വിളിക്കുമ്പോൾ അവൾ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. പിന്നെയും മാറ്റി മാറ്റി വിളിക്കും. ഒളിവിൽ പോയതുകൊണ്ട് സ്വന്തമായ ഫോണോ സിമ്മോ ഒന്നും രാജീവ് ഉപയോഗിച്ചിരുന്നില്ല. ഒരു ദിവസം രാത്രി TV കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയായിരുന്നു അനു. എന്താ അമ്മേ രൂപേഷങ്ങളും അമ്മൂമ്മയും വരാത്തത്? ബാലമോള് ചോദിച്ചു. ബാലമോള് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്കും അങ്കിളും അമ്മൂമ്മയും വരും. അനു ബാലമോളെ സമാധാനിപ്പിച്ചു. കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് നന്ദമോള് ഓടിച്ചെന്ന് വാതിൽ തുറന്നു. മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി. അച്ഛാ, നന്ദമോള് പേടിയോടെ പറഞ്ഞു. എവിടെയാ മോളെ അമ്മ? രാജീവ് വളരെ വിനയത്തോടെ ചോദിച്ചു. അകത്തുണ്ട്, നന്ദമോള് അല്പം ഭയത്തോടെ പറഞ്ഞു. അയാൾ അപ്പോൾ തന്നെ ഫ്ലാറ്റിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി. രാജീവിനെ പെട്ടെന്ന് കണ്ടതും അനു ഭയന്നുപോയി. അനു മോളെ, നീ എന്താ ഇങ്ങനെ? ഇത്ര കാലമായിട്ടും നിനക്കെന്നെ മനസ്സിലായില്ലേ? കുറെ പേർ ചേർന്ന് ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ചതാണ്. സത്യം എന്റെ ഭാഗത്താണ് മോളെ. നീ ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കണം. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് എനിക്കെതിരെ കേസ്. നിനക്ക് തോന്നുന്നുണ്ടോ മോളെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്? ഇപ്പോൾ നീയും കൂടി എന്നെ തോൽപ്പിക്കല്ലേ? വാ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഭാര്യ പിണങ്ങിപ്പോയാൽ എല്ലാവരും കരുതും തെറ്റെന്റെ ഭാഗത്താണെന്ന്. നമ്മുടെ മക്കളെയെങ്കിലും ഓർത്ത് നീ എന്റെ കൂടെ വാ. നമ്മുടെ മക്കൾക്ക് അച്ഛനും അമ്മയും വേണ്ടേ? രാജീവ് താണു കേണു പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരേണ്ടത്. നന്നായി, വളരെ നന്നായി. പിന്നെന്തോ മക്കളെ പറ്റി പറഞ്ഞല്ലോ. മക്കൾക്ക് അച്ഛനും അമ്മയും വേണ്ടേന്ന് അല്ലേ? മക്കളെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ? നന്ദമോളുടെ സ്കൂളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ? 2 വർഷമായി കുട്ടിയുടെ ഫീസ് പോലും നിങ്ങൾ അടയ്ക്കാൻ തരാറില്ല. ഒരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ടോ? നിങ്ങൾ മക്കളെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് ചോദിക്കാറുണ്ടോ? ബാലമോളെ സ്നേഹത്തോടെ ഒന്ന് എടുക്കാറ് പോലുമില്ല.
എല്ലാം പോട്ടെ, കുട്ടികളോട് ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അച്ഛനെ പറ്റി നല്ല ഓർമ്മകൾ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ഒരു പീഡന കേസിൽ പെട്ടപ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പറ്റിയും ഭാര്യയെ പറ്റിയും ഒക്കെ ചിന്ത വന്നത്? ക്രൂരനാണ് നിങ്ങൾ. നിങ്ങൾ എന്തെങ്കിലും നന്നാവുമെന്ന് ചിന്തിച്ചാണ് നിങ്ങൾ എന്നെ ഇത്രമാത്രം ദ്രോഹിച്ചിട്ടും ഞാൻ എല്ലാം സഹിച്ചു നിന്നത്. മതിയായി എനിക്ക്. ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതയാണ് നിങ്ങൾ ആ പെണ്ണിനോട് ചെയ്തത്. നിങ്ങൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യം വരെ നിങ്ങൾ മറന്നു. ദയവ് ചെയ്ത് ഞങ്ങളെ ശല്യപ്പെടുത്താൻ വരരുത്. എനിക്ക് നിങ്ങളുടെ കൂടെ ഇനി ഈ ജന്മം ജീവിക്കാൻ താല്പര്യമില്ല. ഡിവോഴ്സ് തന്നാൽ അത്രയും സന്തോഷം. അല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറ്റിയ പെണ്ണല്ല. നിങ്ങൾ എന്നും എന്നെ യൂസ്ലെസ് ആയി മാത്രമേ കണ്ടിട്ടുള്ളൂ. അനു 2 കൈയും കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഹെടി മോളെ, കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടാൻ വേണ്ടിയാണോടി നീ എന്റെ കുട്ടികളെയും കൊണ്ട് ഇവിടെ വന്ന് മാറി താമസിക്കുന്നത്? എന്റെ കാറ് നീ കൊണ്ടുവന്നു അല്ലേടി? അനു തന്നോട് അടുക്കുന്നില്ല എന്ന് കണ്ട് രാജീവ് ദേഷ്യത്തോടെ പറഞ്ഞു. എന്റെ അച്ഛന്റെ പണം കൊണ്ട് എന്റെ പേരിൽ വാങ്ങിയ കാറാണത്. അത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. ദയവ് ചെയ്ത് ഇവിടെ നിന്നും പോണം. ഇത് നിങ്ങളുടെ വീടല്ല, ഞാൻ വാടകയ്ക്ക് എടുത്ത ഫ്ലാറ്റാണിത്, അനു ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അനു പറഞ്ഞു തീരും മുമ്പേ രാജീവിന്റെ 2 കൈയും അനുവിന്റെ കഴുത്തിൽ മുറുക്കിയിരുന്നു. അപ്പോഴേക്കും വായുവിൽ ഉയർന്നു പൊന്തിയ ഒരു കാൽപാദം രാജീവിനെ മറിച്ചു താഴെയിട്ടു. സ്ത്രീകളോടാണോ രാജീവെ അതിക്രമം? അത് ഈ ഫ്ലാറ്റിൽ പറ്റില്ല. എന്നാലും തന്റെ ധൈര്യം കൊള്ളാം. ഒളിവിലെ ഓർമ്മകളുമായി കഴിയുമ്പോഴും ഇങ്ങനെ വന്ന് ഭാര്യയുടെ മുമ്പിൽ ഷോ കാണിക്കാനുള്ള മിടുക്ക്. ആരാണ് തന്നെ തല്ലിയത് എന്ന് രാജീവ് മനസ്സിലാക്കും മുമ്പ് രൂപേഷ് ഈ ഡയലോഗൊക്കെ പറഞ്ഞു തീർത്തു. എന്താ മോനെ രൂപേഷേ ഇത്? തല്ലിയത് ആരാണെന്ന് പോലും അവൻ മനസ്സിലാക്കും മുമ്പ് നീ ഈ ഡയലോഗ് മൊത്തം പറഞ്ഞാൽ അവൻ എങ്ങനെ മനസ്സിലാകും? നിർത്തി നിർത്തി പറയൂ മോനെ, എങ്കിലല്ലേ ഇവന്റെ മുഖത്ത് ഭാവങ്ങൾ വരൂ. തൊട്ടു പിന്നിൽ നിന്ന് മാലതിയമ്മ രാജീവിനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. രാജീവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. മകന് പെണ്ണ് കിട്ടാത്തത് കൊണ്ട് മകന്റെ ഒളിസേവയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരമ്മ. മാലതിയമ്മയെ നോക്കി പുച്ഛിച്ചു പറഞ്ഞിട്ട് രാജീവൻ രൂപേഷിന് നേരെ തിരിഞ്ഞു. ഞാൻ 10-11 കൊല്ലം ചവച്ചരച്ചു തുപ്പിയ വേസ്റ്റാണ് ഇവള്. ചില നായ്ക്കൾ അങ്ങനെയാണ്. മാംസം മുഴുവൻ കടിച്ചു തിന്നിട്ട് എല്ലെറിഞ്ഞു കൊടുത്താൽ ആ എല്ല് ആർത്തിയോടെ കടിച്ചു തിന്നുന്ന ചില ചാവാലി നായ്ക്കളെ പോലെയാണ് നീ. രൂപേഷിന്റെ മുഖത്തു നോക്കി രാജീവൻ പുച്ഛത്തോടെ പറഞ്ഞു. തന്റെ ദേഷ്യം കയ്യിലേക്ക് ആവാഹിച്ച് രൂപേഷ് രാജീവന്റെ ചെകിട് പൊട്ടും പോലെ കൈ വീശി ആഞ്ഞടിച്ചു. എന്നിട്ട് അവന്റെ കോളറിൽ തൂക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, നിന്റെ 2 കുട്ടികളുടെ അമ്മയെ പറ്റിയാ നീ പറയുന്നത്? അതിനെങ്ങനെയാ? അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം സഹപ്രവർത്തകയെ അന്യനാട്ടിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചവനല്ലേ നീയേ? നീ ഇതല്ല ഇതിന് വലുതും പറയും. രാജീവിന് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ചുരുട്ടി പിടിച്ച കൈ ചുമരിൽ ആഞ്ഞടിച്ചു. അങ്ങനെ എന്നെ പറ്റിച്ച് നിനക്കൊരു ജീവിതം വേണ്ടടി എന്ന് പറഞ്ഞ് തന്റെ മടിയിൽ ഒളിപ്പിച്ചിരുന്ന പേനാക്കത്തി എടുത്ത് അനുവിനെ കുത്താൻ ചെന്നു രാജീവ്. ആരും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അനുവിന് ഓടി മാറാനും കഴിഞ്ഞില്ല. പെട്ടെന്ന് അനുവിന്റെ അടുത്ത് നിന്ന മാലതിയമ്മ അനുവിന്റെ മുൻപിൽ വന്ന് കയറി നിന്നു. ആ പേനാക്കത്തി മാലതിയമ്മയുടെ വയറ് കുത്തി കീറി.